സെസ്സിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി നയത്തിൽ നിന്ന് തന്നെയാണ് നവകേരള രേഖയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഭവ സമാഹരണത്തിൽ സർക്കാരിന് ജനദ്രോഹ നിലപാടില്ല. സർക്കാർ സൗജന്യങ്ങൾ അർഹതയുള്ളവർക്കാണ് നൽകുന്നത്. നവകേരള രേഖയിലെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം സംസ്ഥാന കമ്മിറ്റിയിലെ പുതിയ പാനലിന് നിലവിലെ കമ്മിറ്റി അംഗീകാരം നൽകി. എം.വി. ഗോവിന്ദൻ പാനൽ അവതരിപ്പിക്കും. സെയ്ഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, നവകേരള രേഖയിന്മേലുള്ള വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി രാവിലെ 11 മണിയോട് കൂടിയാണ് ദിവ്യ ആരംഭിച്ചത്. മുഖ്യമന്ത്രി അതിൽ പ്രധാനമായും വിശദീകരിച്ചിരിക്കുന്നത് ഈ സെസ്സുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിൽ ആശങ്ക വേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതൊരു പരിശോധനയാണ്, ഇതിങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന പരിശോധനയാണ് നടത്തുന്നത്. വിഭവ സമാഹരണത്തിന്റെ നിർദ്ദേശങ്ങളിൽ ചിലർ ആശങ്ക ഉണ്ടാക്കുകയാണ്. പ്രതിപക്ഷമടക്കം അങ്ങനെ ആശങ്ക ഉണ്ടാക്കുന്നു. വിഭവ സമാഹരണത്തിൽ സർക്കാരിന് ജനദ്രോഹ നടപടികൾ ഇല്ല എന്നുകൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതി നടപ്പാക്കലല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നവകേരള രേഖ അത് പാർട്ടി നയത്തിന് വിരുദ്ധമാണെന്ന വിമർശനം ചില ആൾക്കാരെങ്കിലും ഉന്നയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അത് പറഞ്ഞത് പാർട്ടി നിലപാടിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് നവകേരള രേഖ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയുടെ മറുപടി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ന് രാവിലെ 10:30 കൂടി ചേർന്ന നിലവിലെ സംസ്ഥാന കമ്മിറ്റി പുതിയ സംസ്ഥാന കമ്മിറ്റി പാനലിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ പാനൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. അതിന് പിന്നാലെ പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്നാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും അധികം താമസിക്കില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ പാനൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അവതരിപ്പിക്കും. സെസ്സിലും ഫീസിനെയും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. അതുപോലെ തന്നെ പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം സംബന്ധിച്ച് എന്താണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്? മുഖ്യമന്ത്രിയുടെ മറുപടി പൂർത്തിയായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക്, അതും സമ്മേളനത്തിൽ ഉയർന്നു വന്ന വിമർശനമാണ്. മുഖ്യമന്ത്രി സമ്മേളനത്തിൽ തന്നെ മറുപടി പറയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 4 മണിക്കൂർ ചർച്ച, 27 പേർ സംസാരിച്ചു. അപ്പോ ഉയർന്നു വന്ന ചില വിമർശനങ്ങൾ, ചില അംഗങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങൾ, അതിന് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ തന്നെ മറുപടി നൽകും. ഇപ്പോൾ കിട്ടിയ വിശദാംശങ്ങളിൽ അതിന് മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറുപടി പൂർത്തിയായാലുടനെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാം. ദിവ്യ, വിഭവ സമാഹരണം ജനദ്രോഹമാകില്ല. സർക്കാർ സൗജന്യങ്ങൾ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് നൽകുക. അതാണ് സർക്കാർ നയം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം. വിവരങ്ങളാണ് സെയ്ഫ് സൈനുദ്ദീൻ നൽകിയത്.